ഫ്രെഡി മെർക്കുറി എന്ന് പറയുന്ന ഒരു ഫേമസ് സിംഗറിന്റെ ഡെത്ത്. ആ ഡെത്ത് ഒക്കെ ഈ ഡയറിക്കകത്ത് അല്ലെങ്കിൽ ഈ പബ്ലിഷ് ചെയ്ത ബുക്കിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർ പറയണത് 1986 നവംബറിലാണ് ഇവർ ഈ സ്വപ്നം കാണുന്നത്. പിന്നെ ഈ 3 മടങ്ങ് സുനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 10 നില ബിൽഡിങ്ങിനെ മുക്കാനുള്ള അത്രയും വെള്ളം ആ സുനാമിയിൽ വരും എന്നാണ് പറയപ്പെടുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. ഇപ്പൊ എവിടെ നോക്കിയാലും ജപ്പാനെ കുറിച്ചുള്ള വാർത്തകളാണല്ലേ. നാട്ടിൽ നിന്ന് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾ ഓക്കെ അല്ലേ, സേഫ് അല്ലേ, സേഫ് ആയിട്ടിരിക്കും, ഓക്കെ ആയിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കോളും വരാറുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ജപ്പാൻ 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 അങ്ങനെയാണ് വാർത്തകൾ കാണുന്നത്. എന്താണ് ആക്ച്വലി ജപ്പാനിൽ നടക്കുന്നത്? ജപ്പാനിൽ ജൂലൈ 2025 വലിയൊരു ഡിസാസ്റ്റർ നടക്കും എന്നാണ് ന്യൂസുകളും സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത് അല്ലെ. കുറെ വാർത്തകൾ അല്ലെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന കുറെ വീഡിയോസ് കണ്ടു. ജപ്പാനിലെ ആൾക്കാരൊക്കെ ഭയങ്കര പാനിക്കാണ്, ഭയങ്കര വേഴ്സ്റ്റ് സിറ്റുവേഷൻ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കണമെന്നൊക്കെ. അപ്പൊ ഓൾറെഡി ജപ്പാനിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇവിടെ നമ്മളൊക്കെ പാനിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻസ് ഒന്നും ആക്ച്വലി ഇവിടെ ഇല്ല കേട്ടോ. എല്ലാരും കോളേജ്, സ്കൂള്, ഓഫീസ് അങ്ങനെ പറഞ്ഞിട്ട് വളരെ സാധാരണ നിലയിൽ തന്നെ എല്ലാം അങ്ങനെ നോർമൽ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പാനിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും മൈൻഡിൽ ഇങ്ങനെ ഒരു തോട്ട് ഉണ്ട്. അതായത് ഇനിയെങ്ങാനും ബിരിയാണി കൊടുത്താലോ, ബിരിയാണി അല്ലെങ്കിൽ പോലും ഇനി അങ്ങനെ എങ്ങാനും വന്നാലോ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ജപ്പാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊന്നും നമുക്ക് യാതൊരുവിധ മുന്നറിയിപ്പുകളോ മെസ്സേജുകളോ ഒന്നും വന്നിട്ടില്ല. നമ്മള് ഓൾറെഡി ഇവിടെ ജപ്പാനിൽ എർത്ത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എടുക്കേണ്ട മെഷേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ എർത്ത് കിറ്റ്, എർത്ത് ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി റെഡിയാണ്. അത് ഈ ഒരു ഡിസാസ്റ്റർ അല്ലെ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ന്യൂസ് കൊണ്ടല്ല, ഓൾറെഡി ജപ്പാനിൽ എല്ലാ വീടുകളിലും അങ്ങനെയാണ്. ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവർ നമുക്ക് തരുന്ന മെസ്സേജസ് ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും അങ്ങനെയാണ് ഓൾറെഡി ചെയ്യുന്നത്. പിന്നെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും സ്കൂളിൽ നിന്ന് ഒരു എർത്ത് വന്നാൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് എന്ത് മെഷറാണ് എടുക്കേണ്ടത്, നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സസും അവർക്കും കിട്ടാറുള്ളതുകൊണ്ട് അവർക്കും അതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. അവരിപ്പോ പാർക്കിലാണെങ്കിലോ സ്കൂളിലാണെങ്കിലോ ഇങ്ങനെയൊന്ന് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ അവർക്കും ഉണ്ട്. സോ നമ്മൾ ഫേസ് ചെയ്യാന്നുള്ളത് തന്നെ ഉള്ളൂ. പിന്നെ ജപ്പാൻ മീറ്ററോളജിക്കൽ ഏജൻസിയിൽ നിന്ന് ഇങ്ങനെയുള്ള യാതൊരുവിധ നോട്ടിഫിക്കേഷൻസോ മെസ്സേജസോ ഒന്നും എങ്ങും പോയിട്ടില്ല. അല്ലെങ്കിൽ ജപ്പാന്റെ ചാനലുകളിൽ ഒന്നും ഇങ്ങനെയുള്ള ഒരു ഇതിനെ പറ്റിയിട്ട് ബൂസ്റ്റ് ചെയ്ത് ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ നോർമൽ ലൈഫ് തന്നെ മുന്നോട്ട് പോകാന്നുള്ള നിലയിൽ തന്നെയാണ് ജപ്പാൻ ഗവൺമെന്റും അല്ലെങ്കിൽ ചാനൽസും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിലാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ വേറെ കൺട്രികളിലാണ് ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ന്യൂസസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനൊരു എർത്ത് അല്ലെങ്കിൽ ഇങ്ങനൊരു ഡിസാസ്റ്റർ നടക്കോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയില്ല. നടക്കാതിരിക്കട്ടെ. ആരുടെയും ലൈഫിനോ പ്രോപ്പർട്ടിക്കോ അല്ലെങ്കിൽ ഒന്നിനും ഒരു ഡാമേജോ പ്രശ്നങ്ങളോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നാച്ചുറൽ കലാമിറ്റി ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ജപ്പാന്റെ മീറ്ററോളജിക്കൽ ഏജൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്കും ഇതൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എവിടെയായിരിക്കും എപ്പി സെന്റർ, എന്തായിരിക്കും നടക്കുക, അതൊന്നും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് പൊതുവെ ജപ്പാനിൽ ഒരു എർത്ത് എവിടെയെങ്കിലും വന്നാൽ, ഒരു ഇന്ന എപ്പി സെന്ററിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമ്മുടെ ഒക്കെ ഫോണിൽ മെസ്സേജ് അലാം ഒക്കെ വരാറുണ്ട്. ഇത്ര മിനിറ്റിനുള്ളിൽ അല്ലെ ഇത്ര സെക്കൻഡിനുള്ളിൽ എർത്ത് അവിടെ ഹിറ്റ് ആവും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആ മെസ്സേജ് വായിക്കുന്ന അല്ലെങ്കിൽ ആ അലാം വരുന്ന ടൈമോടുകൂടി തന്നെ നമുക്ക് എർത്ത് വരാറുമുണ്ട്. അല്ലാതെ അതിന് അധികം ഗ്യാപ്പ് നമുക്ക് ഇങ്ങനെ പ്രിപ്പയർ ആവാനുള്ള ഒരു ഗ്യാപ്പ് ഒന്നും കിട്ടാറില്ല. സോ ഇത് ഇപ്പോ ഇവിടെ ജപ്പാനിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇതിങ്ങനെ ഫേസ് ചെയ്ത് ഇത് നമ്മുടെ ഒരു ലൈഫിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നതാണ് ഈ എർത്ത് എന്ന് പറയുന്നത്. ഞാനിവിടെ വന്ന സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു വുഡൻ വീട്ടിലായിരുന്നു കേട്ടോ. ആ വീട്ടിൽ ചെറിയൊരു മാഗ്നിറ്റ്യൂഡ് എർത്ത് വന്നാൽ പോലും ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെ എപ്പോ വരുമ്പോഴും പാനിക് ആയിട്ട് പെട്ടെന്ന് ഡോർ ഒന്ന് വെളിയിൽ ഇറങ്ങി വരുമായിരുന്നു. പക്ഷെ പിന്നീട് നിന്ന് നമുക്ക് മനസ്സിലായി ആക്ച്വലി ഇവിടെ എർത്ത് വരുമ്പം ആരും വെളിയിൽ ഇറങ്ങരുത് എന്നാണ് ഇവര് പറയാറുള്ളത്. നമ്മൾ വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. ഇനി ഭയങ്കര വലിയ എർത്ത് ആണെങ്കിൽ നമ്മൾക്ക് എർത്ത് യൂസ് ചെയ്യാനുള്ള ഹെൽമെറ്റ് ഉണ്ട്. അതൊക്കെ ഇട്ടിട്ട് നമ്മളുടെ ടേബിളിന്റെ അടിയിൽ പോയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇവർ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പൊതുവെ അത് തന്നെയാണ് ഭയങ്കര വലിയ എർത്ത് ഒക്കെ വരുവാണെങ്കിൽ ചെയ്യാറുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഭയങ്കരമായിട്ട് എർത്ത് കാര്യങ്ങളൊക്കെ സുനാമിയൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ന്യൂസ് ഭയങ്കര അങ്ങനെ ഹൈപ്പിൽ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിയോ തെത്സുഗി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ മൂലമാണ് ഇപ്പൊ ഇങ്ങനൊരു വാർത്ത ഭയങ്കര ഹൈപ്പിൽ വന്നിരിക്കുന്നത്. ആരാണ് റിയോ തെത്സുഗി? റിയോ തെത്സുഗി എന്ന് പറയുന്നത്
ഡിസംബർ 2, 1956 കനാഗാവ പ്രിഫെക്ചറിൽ ജനിച്ച് ഇപ്പോൾ കറന്റ്ലി യോക്കോഹാമ പ്രിഫെക്ചറിൽ സ്റ്റേ ചെയ്യുന്ന ഒരു മങ്കാക്ക ആർട്ടിസ്റ്റ് ആണ്. എന്താണ് മങ്കാക്ക അല്ലെങ്കിൽ എന്താണ് മാങ്ക? മാങ്ക എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കോമിക് അല്ലെ നോവൽ ബുക്കുകളുണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ പിക്ചേഴ്സും കാണും, അതിന്റെ കഥകളും കാണും. അങ്ങനെയുള്ള ബുക്കുകളെയാണ് ജപ്പാനിൽ മാങ്ക എന്ന് പറയുന്നത്. അതിന്റെ ആർട്ടിസ്റ്റുകളാണ് മങ്കാക്ക. നമ്മുടെ ഈ നാട്ടിലൊക്കെ മലയാള മനോരമയുടെ ഒക്കെ ആഴ്ചപ്പതിപ്പിൽ വരാറില്ലേ നോവൽസ് ഒക്കെ, അതിനകത്തൊരു ക്യാരക്ടേഴ്സും കാണും, വരച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സും കാണും, അവരെ കുറിച്ചുള്ള സ്റ്റോറീസും കാണും. ആ ഒരു സെയിം കൈൻഡ് ഓഫ് കാര്യമാണ് മാങ്ക. ഈ റിയോ തെത്സുഗി എന്ന് പറയുന്ന ആള് അവരുടെ 20ാമത്തെ വയസ്സിൽ ഒരു മങ്കാക്ക ആർട്ടിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിരുന്ന ഒരാളാണ്. വളരെ സ്മൂത്ത് ആയിട്ട് അങ്ങനെ ഒരു മങ്കാക്ക ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാരലലി നമ്മളെ എല്ലാരെയും പോലെ ഇവര് രാത്രിയിൽ സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു. ഒരിക്കൽ ഇവരുടെ അമ്മ ഇവർക്ക് ഗിഫ്റ്റ് ചെയ്തിരുന്ന ഒരു ഡയറിയിൽ ഇവർ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്യാൻ തുടങ്ങി. മൈ ഡ്രീം ഡയറി എന്നായിരുന്നു ഇവർ ഈ ബുക്കിന് പേര് കൊടുത്തിരുന്നത്. അങ്ങനെ ഇവർ ഈ സ്വപ്നങ്ങളൊക്കെ നോട്ട് ചെയ്ത് വരുന്നു, ഇവരുടെ ജോലി നടക്കുന്നു, എല്ലാം കൊണ്ടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന കാലത്ത് ഇവർ ഒരിക്കൽ നോട്ട് ചെയ്തു ഇവര് ഈ ഡയറിയിൽ കുറിച്ചിട്ടിരുന്ന പല ഇൻസിഡൻസും അല്ലെങ്കിൽ കുറെ ഇൻസിഡൻസ് റിയൽ ലൈഫിൽ നടക്കുന്നു എന്നുള്ളത്. അങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ ഇവർ ശരിക്കും പാനിക്കായി. ഇവർക്കും ഇതെന്താ ചെയ്യേണ്ടെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1985 മുതൽ 1999 വരെ ഇവർ കണ്ടിരുന്ന എല്ലാ സ്വപ്നങ്ങളും ഇവര് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡയറിയിൽ എഴുതാൻ തുടങ്ങിയിട്ട് 1999 ഇവരൊരു പബ്ലിഷറിനെ പോയി മീറ്റ് ചെയ്യുകയും ആ പബ്ലിഷർ ത്രൂ ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. വത്താശിവ മിത്ത മിറായ് എന്നായിരുന്നു ആ ബുക്കിന്റെ പേര്. ഇംഗ്ലീഷിൽ ദ ഫ്യൂച്ചർ ഐ സോ എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇങ്ങനെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു. സാധാരണ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്താൽ എന്തായിരിക്കും ഉണ്ടാവുക, അത് തന്നെയാണ് ഈ ബുക്കിനുണ്ടായത്. ആൾക്കാർ മേടിക്കുന്നു, വായിക്കുന്നു, അത്ര തന്നെ. അല്ലാതെ ഇതിന് ഒരു ഇമ്പോർട്ടൻസും ആരും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ റീസൺ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിരുന്ന കുറെ ഇൻസിഡൻസ്. ഫോർ എക്സാമ്പിൾ, ഫ്രെഡി മെർക്കുറി എന്ന് പറയുന്ന ഒരു ഫേമസ് സിംഗറിന്റെ ഡെത്ത്. ആ ഡെത്ത് ഒക്കെ ഈ ഡയറിക്കകത്ത് അല്ലെങ്കിൽ ഈ പബ്ലിഷ് ചെയ്ത ബുക്കിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർ പറയണത് 1986 നവംബറിലാണ് ഇവർ ഈ സ്വപ്നം കാണുന്നത്. പക്ഷെ ഫ്രെഡി മെർക്കുറി മരിക്കുന്നത് 1991 പിന്നീട് പ്രിൻസസ് ഡയാനയുടെ ഡെത്ത് 1992 നവംബറിലാണ് ഇവർ ഈ സ്വപ്നം കാണുന്നത്. 1997 പ്രിൻസസ് ഡയാന മരിക്കുന്നത്. അതുപോലെ കോബെ എർത്ത് ക്വേക്ക് 1995 കോബെ എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ ബുക്കിനകത്ത് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ ഇന്ന വർഷം ഇത് കണ്ടിരുന്നു, സ്വപ്നം കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും ആരും ഇതിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കില്ല. കാരണം ഓൾറെഡി കഴിഞ്ഞു പോയ കുറെ ഇൻസിഡൻസ് 1995 ഇറക്കിയിരിക്കുന്ന ബുക്കിനകത്ത് എഴുതിയത് കൊണ്ട് ആരെന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ്? അപ്പൊ ആരും പ്രത്യേകിച്ച് അതിനെ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ഇവർ ഇത്ര പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിട്ട് ഇവർ മാറിയത്? അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ബുക്കിനകത്ത് 2011 മാർച്ച് നടക്കാൻ പോകുന്ന സുനാമിനെ കുറിച്ചും എർത്ത് ക്വേക്കിനെ കുറിച്ചും അതിനോടനുബന്ധമായിട്ട് ഫുക്കുഷിമ ന്യൂക്ലിയർ പ്ലാന്റിൽ സംഭവിക്കാൻ പോകുന്ന ക്രൈസിസിനെ കുറിച്ചും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2011 മാർച്ചിൽ റിയൽ ആയിട്ട് ഈ ഇൻസിഡന്റ് നടക്കുന്നപ്പോ ഈ ബുക്കിനെ പറ്റി എല്ലാവരും ഓർക്കുകയും പിന്നീട് ഈ ബുക്ക് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാവുകയും ഭയങ്കരമായിട്ട് ഈ ബുക്ക് വിറ്റഴിയാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഈ ഇൻസിഡന്റിന് ശേഷം ഈ ബുക്കിന്റെ വില 1 lakh yen ആക്കി. പിന്നീട് ഇതിന് ഭയങ്കര പബ്ലിസിറ്റി ആയി ബുക്ക് ഇങ്ങനെ ബെസ്റ്റ് സെല്ലർ ഒക്കെ ആയി തുടങ്ങിയപ്പോ ഈ ബുക്കിന്റെ വില ഇവർ 5 lakh yen ആക്കി. 5 lakh yen എന്ന് വെച്ചാൽ നാട്ടിൽ ഒരു 2.5-3 ലക്ഷം രൂപയുടെ അടുത്തുണ്ട്. അങ്ങനെ ഭയങ്കര പോപ്പുലർലി ഈ ബുക്ക് ഇങ്ങനെ വിറ്റ് പോകുന്നു, ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാവുന്നു എന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇവർ ഈ ബുക്കിനകത്ത് 2020 വരാൻ പോകുന്ന ഒരു റെസ്പിറേറ്ററി ഇൽനെസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നീട് COVID-19 ആയതെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനെ റിയോ തെത്സുഗിയുടെ ഒക്കെ ബുക്ക് ഇങ്ങനെ പോപ്പുലർ ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ബൂം വീണ്ടും സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവരുടെ ബുക്ക് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന പബ്ലിഷറിനെ വിളിച്ചിട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിരുന്ന ബുക്കുകൾ സ്റ്റോപ്പ് ചെയ്യാനും ഇനി മുന്നോട്ട് ബുക്ക് ഇവർ പറയാതെ പബ്ലിഷ് ചെയ്യരുതെന്നും പറഞ്ഞിട്ട് ഈ ബുക്കിന് ഒരു ന്യൂ എഡിഷൻ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഈ ന്യൂ എഡിഷന്റെ പേര് ദ ഫ്യൂച്ചർ ഐ സോ കംപ്ലീറ്റ് എഡിഷൻ എന്നാണ് പുതിയ ബുക്കിന്റെ പേര്. ഈ ബുക്കിനുള്ളിൽ ഇവര് 2021 ജൂലൈ 5 രാവിലെ 4:18 കണ്ട ഒരു സ്വപ്നം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ പുതിയ ബുക്ക് പബ്ലിഷ് ചെയ്തത്. ഈ പുതിയ സ്വപ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 2025 ജൂലൈയില് ജപ്പാനിൽ വലിയൊരു എർത്ത് ക്വേക്കും അതിനോടനുബന്ധിച്ച് ഒരു സുനാമിയും വരാൻ പോകുന്നു എന്നും
തോഹോക്കു എർത്ത്ക്വേക്ക്, അതായത് 2021 നടന്ന എർത്ത്ക്വേക്കിന്റെ 3 മടങ്ങ് വലിയൊരു എർത്ത്ക്വേക്ക് ആയിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അതിനേക്കാളും ഒരുപാട് ആൾക്കാർ മരിക്കും എന്നുള്ളതൊക്കെയാണ് ഇവര് ഈ പുതിയ എഡിഷനകത്ത് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ 3 മടങ്ങ് സുനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 10 നില ബിൽഡിങ്ങിനെ മുക്കാനുള്ള അത്രയും വെള്ളം ആ സുനാമിയിൽ വരും എന്നാണ് പറയപ്പെടുന്നത്. ജപ്പാനിൽ സമ്മർ വെക്കേഷൻ ആണ് വരാൻ പോകുന്നത്. ജൂലൈ ഓഗസ്റ്റ് ജപ്പാനിൽ വെക്കേഷൻ ടൈമാണ്. അപ്പം പൊതുവെ ഈ ഓരോ ടൈമിൽ വേറെ കൺട്രിയിൽ നിന്നൊക്കെ ആൾക്കാരും ബിസിനസ് മീറ്റിങ്ങിനും ട്രിപ്പിനും ടൂറിസ്റ്റുകളും ഒക്കെ ജപ്പാനിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ടൈം. പക്ഷേ ആൾക്കാർ ഈ വാർത്ത, അതായത് ഈ ഒരു ബുക്ക് വായിച്ച് പേടിച്ചിട്ട് 50% ഹോങ്കോങ്ങിൽ നിന്ന് ജപ്പാനിലോട്ടുള്ള ഫ്ലൈറ്റ്സ് ക്യാൻസൽ ആവുകയും 83% ബാക്കി ചൈന, തായ്വാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റ്സ് ക്യാൻസൽ ആവുകയും ചെയ്തു. ഈ ഫ്ലൈറ്റ് ക്യാൻസലേഷൻസ് ഒക്കെ ബാക്കി കൺട്രിയുടെ ശ്രദ്ധയിൽ വരികയും അത് പിന്നീട് പെട്ടെന്ന് സ്ട്രൈക്ക് ആവുകയും ചെയ്തിട്ടാണ് ഇത്രയും പബ്ലിക് അറ്റൻഷൻ ഈ ഒരു കാര്യത്തിന് കിട്ടിയത്. അത് മാത്രമല്ലാതെ ജപ്പാന്റെ സതേൺ റീജിയൻ ആയിട്ടുള്ള തൊക്കാര എന്ന് പറയുന്ന ഐലൻഡിൽ ഓൾമോസ്റ്റ് 900 എർത്ത്ക്വേക്സ് ആണ് ഈ 2 ആഴ്ചക്കുള്ളിൽ അവിടെ ഹിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ജപ്പാൻ ഗവൺമെന്റ് അവിടെയുള്ള ആൾക്കാരോട് അവിടുന്ന് എത്രയും പെട്ടെന്ന് ഇവാക്വേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇവരുടെ പ്രവചനങ്ങളെല്ലാം സത്യമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ. ഇവരുടെ ബുക്കിനകത്ത് തന്നെ ഇവർ പറയുന്ന കുറേ കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. ഈവൻ 2022 മൗണ്ട് ഫിജിയുടെ ഇറപ്ഷൻ പോലും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവര് ഇന്ന ഇയറിൽ നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഇവരുടെ ബുക്കിന്റെ ഒരു 5 പേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളല്ല. സോ നടക്കാതിരിക്കാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മിക്ക ന്യൂസിനകത്തും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും പറയുന്നത് 2025 ജൂലൈ 5 ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ നടക്കും എന്നാണ്. പക്ഷെ ഇവര് അങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്തിയിട്ടില്ല. ഇവരുടെ ബുക്കിനകത്ത് 2025 ജൂലൈയിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ നടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു 5 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഇവർ പ്രഡിക്റ്റ് ചെയ്തിട്ടില്ല. ഇവര് ഈ 5 എന്ന് പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2021 ജൂലൈ 5 രാവിലെ 4:18 ഇവർ സ്വപ്നം കണ്ടത്. ഈ 5 ആണ് ആക്ച്വലി ഇവരുടെ ബുക്കിനകത്ത് കിടക്കുന്ന ഡേറ്റ്. അല്ലാതെ ഇവര് ജൂലൈ 5 2025 എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. ആ ബുക്കിനകത്ത് അങ്ങനെ എഴുതിയിട്ടില്ല. അപ്പൊ മേ ബി ഇവർ കണ്ട സ്വപ്നത്തിന്റെ ഡേറ്റ് ആയിരിക്കും ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം 2025 ജൂലൈ കഴിഞ്ഞാൽ ജപ്പാൻ ഉണ്ടാവുമോ, ഞങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. പിന്നെ ഇതൊക്കെ ഒരു വിധി എന്ന് പറഞ്ഞൊരു കാര്യമാണല്ലേ. നമ്മൾ എന്ന് മരിക്കുന്നോ എന്ത് സംഭവിക്കുന്നൊക്കെ അറിയായിരുന്നെങ്കിൽ മനുഷ്യൻ ആരായിരുന്നു അല്ലെ. ഒരു പ്രഡിക്ഷനും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പിന്നെ അവരുടെ പ്രഡിക്ഷൻ അങ്ങനെ നടന്നാൽ അവർ ഒരു 6th സെൻസ് ഉള്ള ഒരു ലേഡി ആണെന്ന് നമുക്ക് കരുതാം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എങ്ങാനും നടന്നാൽ അതിന് നമ്മളൊക്കെ ജീവനോടെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.